ഒരു MBA ബിരുദധാരിയായ താങ്കൾ ഏതാനും വർഷം പല പ്രൊഫഷനുകളിലായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്താ പറയുക, ടേൺ ടു എ പൊളിറ്റീഷ്യൻ. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കിനും ആ ഒരു എക്സ്പീരിയൻസുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഈ ഒരു പൊളിറ്റിക്സിൽ താങ്കൾ പ്രത്യേകിച്ച് MP ആയ സമയത്തൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? അല്ല, വളരെ ഒത്തിരി നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പൊളിറ്റിക്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രാവിലെ തൊട്ട് ജനിച്ചപ്പോൾ തൊട്ട് കണ്ട് പരിചയമുള്ള ഒരു കാര്യമാണ്. വീട്ടിൽ ഓരോരുത്തർ വരുന്നു, പോകുന്നു, കാണുന്നു ഒക്കെ ഉണ്ട് പ്രശ്നം. അപ്പോൾ ശരിയല്ലേ, പണ്ട് പോലെ വീട്ടിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസുകാര്, മന്ത്രി വാഹനങ്ങൾ, ആൾക്കാർ വരുന്നു, പോകുന്നു, ഫുൾ ഇതല്ലേ. കാപ്പ് കുടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുന്നു, ഇങ്ങനെ പോകുന്നു, കാപ്പ് ചിലപ്പോൾ നിന്നുകൊണ്ട് കഴിക്കുന്നു. അപ്പം ഹീ സേവ്സ് ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം സേവ് ചെയ്യുന്നത് ഉള്ള സത്യം. ഞാനും അതെ, ഉച്ചയ്ക്ക് പടപടപടാതെ കഴിച്ച് ഒരു ശകലം സമയം സേവ് ചെയ്ത് കിട്ടും. പ്രൊഫഷണൽ ആയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റ് അംഗമായി, കോട്ടയം പാർലമെൻറ്റ് അംഗമായി. ആ ഒരു പ്രൊഫഷനിലേക്ക് പോയതുകൊണ്ട് നമുക്ക് വളരെയധികം എനിക്ക് അത് പ്രയോജനകരമായി. എങ്ങനെ അത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യേകിച്ച് പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നു. ഇങ്ങനെ പ്രോജക്റ്റ് ആഫ്റ്റർ പ്രോജക്ട്സ് നമുക്ക് ചെയ്യണമെന്നുള്ളത്. ഞാൻ ആദ്യമേ ചെന്നത് നമ്മുടെ ലോക്സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ മറ്റുള്ളവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാ മിനിസ്ട്രിയുടെയും ആനുവൽ റിപ്പോർട്ടിങ് എടുത്തു. ആനുവൽ റിപ്പോർട്ട് എടുത്തിട്ട് ഈ ആനുവൽ റിപ്പോർട്ട് എടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഓരോ സ്കീംസിന് എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, എന്ത് ടൈപ്പ് സ്കീംസാണ് അതിനകത്തുണ്ട്. അപ്പോൾ ആ സ്കീംസിൽ ഏതാണ് കേരള സംസ്ഥാനത്തിന് നമുക്ക് യോജിച്ചത്, എൻ്റെ ഏരിയ യോജിച്ചത് നോക്കി. അങ്ങനെയാണ് ഞാൻ എത്രയോ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, സയൻസ് സിറ്റി, അതോടൊപ്പം തന്നെ റോഡ്സ്, ഈവൻ പാസ്പോർട്ട് ഓഫീസുകൾ ആരംഭിക്കുന്നത്, റെയിൽവേ വികസനം, ഇതെല്ലാം ആ ഒരു ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് എടുത്തതും നമ്മളതിൻ്റെ പുറകെ നിന്ന് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. വേറെ ആരേക്കാൾ കൂടുതൽ നമുക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ്. നമുക്കൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. താങ്കൾ തന്നെ വെറുതെ ഒന്ന് ഐപാഡിലെടുത്തിട്ട് IIIT കോട്ടയം എന്ന് അടിച്ചാൽ ഒരു 300 കോടി രൂപയുടെ ഒരു പ്രസ്ഥാനം ഈ പറഞ്ഞ 50 ഏക്കറിൽ കാണാം. അതിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് 2800ഓളം കുട്ടികൾ പഠിക്കുന്ന. പക്ഷെ പലരും ചോദിക്കും, ഇതെവിടെയാണ്? ഇത് പാലായിൽ എവിടെയാണ്? വലവൂരോ? ഒരു ഗ്രാമത്തിലാണ്. പക്ഷേ ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ട് മാറി. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ പോലും ഇപ്പം താങ്കളുമായിട്ട് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കിനും താങ്കളെക്കുറിച്ച് കുറേ പഠിക്കണമല്ലോ. അങ്ങനെ പഠിക്കുന്നതിൻ്റെ സമയത്താണ് ഞാൻ പോലും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ പാലായിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്നുള്ളതിനെ പറ്റി അവെയർ ആവുന്നത്. വാസ്തവത്തിൽ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം ഉണ്ടായിട്ട് ഒന്ന് പലരും നമുക്കറിയണം. എന്നാലല്ലേ ഇപ്പോൾ പുതിയ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ആക്ച്വലി ദേ ഷുഡ് സീ ദ പ്ലേസ്, അല്ലേ? അവർക്ക് എങ്ങനെയുണ്ട്? പലർക്കും ഇപ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല, തൊട്ടടുത്തായിരിക്കും സംഗതി. അപ്പോൾ ആ ഒരു എന്താണ് എനിക്ക് തോന്നുന്നത്, അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു പബ്ലിസിറ്റി കൊടുക്കുകയും അതിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വളവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. വലവൂർ. അത് ശരിക്കും ഈ IIT ഈ നമ്മുടെ JEE മെയിൻ എക്സാമാണ് എഞ്ചിനീയറിംഗിന് എഴുതുന്നത്. അതിനകത്തുനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്നതാണിത്. IIT ഇപ്പോൾ എല്ലാവരും കൂടുതൽ പിള്ളേർ IT-ലേക്ക് പോകുന്നു. അതുകൊണ്ട് IIIT അത് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയുടെ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുന്നു. ഈ സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ട്രെയിൻ ചെയ്യുന്ന 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉള്ളൂ ഈ പറഞ്ഞ രാജ്യത്ത്. ഏകദേശം 3000ഓളം സ്റ്റുഡൻസ് അറ്റ് എ ടൈം അവിടെ പഠിക്കുന്നുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ. ആൻഡ് ഇറ്റ് ഈസ് റേറ്റഡ് നമ്പർ 1. മാത്രമല്ല, അത് റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഫാക്കൽറ്റി മെമ്പർ, റിസർച്ച് നടത്തുന്നത്, പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം വെച്ചിട്ടാണ് റേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതൊരു എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസവുമായി ബന്ധപ്പെട്ട് ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ സംഭവമില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ ആദ്യമേ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള ഡൽഹിയിലും തൊട്ടടുത്തുള്ള ഹരിയാനയിലും ഇവിടെയുള്ള സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കാണാൻ പോയി. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അങ്ങനെ ഞാൻ നോക്കുമ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അത് നല്ലൊരു സ്ഥാപനം. കാരണം ജേർണലിസവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ അത് കോമൺ എക്സാമാണ് കേട്ടോ, ഇതുപോലെ തന്നെ കോമൺ എക്സാമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞപ്പോൾ
പണ്ട് ദൂരദർശനിൽ ഒരു ന്യൂസ് വായിച്ച ഒരാളുണ്ടായിരുന്നു, ടാൻറ്റൺ എന്ന് പറയും, താടിയൊക്കെ വെച്ച്. നിങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹമായിരുന്നു, നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പായിരിക്കാം. ഓക്കെ. ഓക്കെ. അപ്പോൾ അദ്ദേഹം അവിടുത്തെ DG ആയിരുന്നു, ഡയറക്ടർ ജനറലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി പുള്ളിയായിട്ട് കണ്ടു. പുള്ളിയോട് ഞാൻ കുറേ നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയും ഞാൻ പറഞ്ഞു ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പുള്ളി വളരെ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്നു. ആദ്യമേ യൂണിവേഴ്സിറ്റി പിള്ളേരെ ഇരുത്തി അവിടുത്തെ ഹോസ്റ്റലിൽ താമസിച്ചു. പിന്നെ ബിൽഡിംഗ് വന്നു. ഇപ്പോൾ റീജിയണൽ ലാംഗ്വേജിലും ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഇവിടെയും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു.